Hi everyone. നമ്മൾ ഇന്ന് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് ടോപ്പിക്. Alkyl halides or halo compounds. Halo compounds are the general name given in our topic, right? Alkyl halides. എന്താണ് ആൽക്കൈൽ ഹാലൈഡ്സ്? ആൽക്കൈൽ ഹാലൈഡ് ആൽക്കീൻ അല്ലെ ആൽക്കൈൻ ആൽക്കൈൻ ഹൈഡ്രോകാർബൺ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഫോർ എക്സാമ്പിൾ CH3 right. The name of this compound is ethane. And it is a hydrocarbon. It's hydrocarbon which contain only carbon and hydrogen. Suppose we are replacing one of the hydrogen from this compound. നമ്മൾ ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ മാറ്റുകയാണ് by a halogen. നമ്മൾ ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ ഒരു ഹാലജൻ വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ക്ലോറിൻ, ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നു സപ്പോസ് ദിസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ, then we get CH2Cl, right? Then we can represent this part as R part, hydrocarbon part. അതിന്റെ കൂടെ ആര് കൂടി ഉണ്ട്? ഒരു ഹാലജൻ കൂടി ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം RX. So these are compounds with the general formula RX. മോണോഹാലജൻ ആണെങ്കിൽ RX2 വരാം, RX3 വരാം. ദാറ്റ് ഈസ് ഡൈഹാലജൻ കോമ്പൗണ്ട്, ട്രൈഹാലജൻ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം RX ഒരു ജനറൽ ഫോർമുലയിലുള്ള ഒരു മോണോഹാലജൻ കോമ്പൗണ്ട് ആണ് ചർച്ച ചെയ്തത്. ഓക്കെ, സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് that is chloroethane. നമുക്കറിയാവുന്ന തന്നെയാണ് നെയിമിംഗ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ സമയം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നെയിമിംഗ് ഇല്ല, ജസ്റ്റ് ഇതിന്റെ റിയാക്ഷൻ, പ്രിപ്പറേഷൻ ആൻഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇതിന്റെ അകത്തേക്ക് നമ്മൾ പ്രിപ്പറേഷൻ പോവാണ്. സോ ഹാലോ കോമ്പൗണ്ട്സ് ആർ ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് consist of one or more halogen atoms. One or more halogen atoms ഉള്ള ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ ഹാലോജൻ ആറ്റങ്ങളുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹാലോ കോമ്പൗണ്ട്സ്. നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് അതിനകത്ത് പഠിക്കുന്നുള്ളൂ. ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് പ്രിപ്പറേഷൻ. അത് ഒന്നാമത്തത് ഫ്രം ആൽക്കെയിൻസ് ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ആൽക്കീൻസിൽ നിന്നാണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് എങ്ങനെ നമുക്ക് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാം. അതിൽ ഒന്നാമത്തത് ഫ്രം ആൽക്കെയിൻ. ആൽക്കെയിനിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം? ഒരു എക്സാമ്പിൾ എടുത്താല് നമ്മളുടെ ഈഥെയിൻ, നമ്മൾ തൊട്ടങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈഥെയിൻ എന്ന് പറയുന്നത് സാർ, ഇതിനകത്ത് നമുക്ക് ഒരു ഹാലോ കോമ്പൗണ്ട് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാക്കണം. ക്ലോറിൻ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോറിൻ നേരെ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് HNu. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഫോട്ടോൺസിന്റെ സാന്നിധ്യത്തിൽ അഥവാ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പൊ ഇവിടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയി ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു റിയാക്ഷൻ നടക്കുന്നു. സോ HCl
മൈനസ് HCl. അതാ ഒരു എച്ചും ഒരു സിയലും പോയിട്ട് ഒരു സിയൽ ഇവിടെ വരും. സോ വി ഗെറ്റ് ക്ലോറോ ഈഥെയ്ൻ. അവിടെ കൊണ്ട് തീരുവോ? തീരൂല. കാരണം എന്താണ്? ഇനിയും ഹൈഡ്രജൻ ആറ്റം രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിനെ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡൈക്ലോറോ ഈഥെയ്ൻ കിട്ടും. ഇതിനെ മാറ്റിയാല് ട്രൈക്ലോറോ ഈഥെയ്ൻ കിട്ടും. റൈറ്റ്. അപ്പോ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത് മുഴുവനും ഈ ഒരു രീതിയിലൂടെ മാറ്റപ്പെടും എന്നർത്ഥം. ഇപ്പൊ ഡയറക്റ്റ് ഹാലോജനേഷൻ ഓഫ് ആൽക്കെയിൻസ്, അതാണ് നമുക്ക് ആൽക്കെയിനിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മാർഗം. ഹാലോജനേഷൻ ഓഫ് ആൽക്കെയിൻ. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് ഫ്രം ആൽക്കീനാണ്. ഫ്രം ആൽക്കീൻ, ഫോർ എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ. എത്തിലീൻ എന്ന് പറയുന്ന സാധനം, എത്തീൻ എന്ന് പറയുന്ന സാധനം, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനകത്ത് നമുക്ക് ഒരു ഹാലോ കോമ്പൗണ്ട് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് നിന്ന് CH3CH2Cl ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. CH2 ഡബിൾ ബോണ്ട് CH2 ൽ നിന്ന് CH3CH2Cl ഉണ്ടാക്കണം. അപ്പൊ ഈ പ്രോഡക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് അല്ലെ. ഇവിടെയുള്ള CH2 CH3 ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രജൻ ഇവിടെ ചേർക്കപ്പെട്ടു. ഇവിടെയുള്ള CH2 CH2Cl ആയി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോറിൻ ഇവിടെ ചേർക്കപ്പെട്ടു. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ഹൈഡ്രജൻ ഇവിടെ ചേർത്തു, ഒരു Cl ഇവിടെ ചേർത്തു. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ആഡ് ചെയ്തു? HCl ആഡ് ചെയ്തു. ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പൊ H അങ്ങോട്ട് പോയി ഇവിടേക്ക് വന്നു. ക്ലോറിൻ ഇവിടെ വന്നു. CH3CH2Cl. റൈറ്റ്. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത എന്നുള്ളത്, ഉദാഹരണത്തിന് CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഫോർ എക്സാമ്പിൾ നമ്മൾ വീണ്ടും ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു കോമ്പൗണ്ട് അല്ല. ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശവും നോക്കിയാൽ ഇവിടെ വ്യത്യാസം കാണാൻ പറ്റും അല്ലെ. ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശത്തും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇവിടെ ഡബിൾ ബോണ്ടിന്റെ ഇടതുവശത്ത് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, മറുവശത്ത് ഒന്നുമില്ല, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയും CH3 ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെയും CH3 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശവും തുല്യമാണ്. ഡബിൾ ബോണ്ടിന്റെ രണ്ട് വശവും തുല്യമാണ്. Both sides of these double bond having same number of atoms and same type of atoms. Okay. ഇത്തരം ആൽക്കീൻസിനെ നമ്മൾ സിമെട്രിക് ആൽക്കീൻ എന്ന് പറയും. സിമെട്രിക് ആൽക്കീൻ. സിമെട്രിക് ആൽക്കീൻ. ഇനി നമ്മൾ എഴുതിയതല്ല, ഇതാണ് CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ ഇതൊരു സിമെട്രിക് ആൽക്കീൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2. കാരണം രണ്ട് വശത്തും ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ ഇല്ലേ. രണ്ട് ഹൈഡ്രജൻ ഇവിടെ, രണ്ട് ഹൈഡ്രജൻ ഇവിടെ. ഇവിടെ പക്ഷെ ഇത് അസിമെട്രിക് ആൽക്കീൻ ആണ്. എന്തുകൊണ്ടാണ്? ഡബിൾ ബോണ്ടിന്റെ ഒരു വശത്ത് ഉള്ള ആറ്റങ്ങളല്ല മറുവശത്തുള്ളത്. ഇനി ഒരു അസിമെട്രിക് ആറ്റത്തിലേക്ക് നമ്മൾ HX ആഡ് ചെയ്യുമ്പോൾ, ഒരു അസിമെട്രിക് ആറ്റം അല്ല, സോറി, ഒരു അസിമെട്രിക് ആൽക്കീനിലേക്ക് നമ്മൾ HX ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റൂൾ ഉണ്ട്. ഏതാണ് ആ റൂള്? മാർക്കോണിക്കോഫ് റൂൾ. Markovnikov rule. This reaction is called addition reaction. Addition reaction. So addition reaction of alkenes, addition of HX generally to alkene is corresponding alkyl halide or halo alkenes. അപ്പൊ ഇവിടെ Markovnikov rule ഫോളോ ചെയ്യുന്ന അർത്ഥം. എന്താണ് Markovnikov rule? ഇതുപോലെ അസിമെട്രിക് ആൽക്കീൻ വന്നാല് നെഗറ്റീവ് പാർട്ട് ഇവിടെ H പ്ലസ് ആൻഡ് X മൈനസ് ആണ് കിട്ടല്ലേ. ഡിസോസിയേറ്റ് ചെയ്താല് അത് X മൈനസ് പാർട്ട് എങ്ങോട്ട് പോകും? ദ കാർബൺ
which contain lesser number of hydrogen atoms. അപ്പൊ തീർച്ചയായിട്ടും ഈ ഹാലജൻ എങ്ങോട്ടേക്ക് വരും? ഈ കാർബണിലേക്ക് വരും. കാരണം എന്താ? ഈ ഡബിൾ ബോണ്ടിന് രണ്ട് വശത്തുള്ള രണ്ട് കാർബണില് ഈ കാർബണിൽ ഒരു ഹൈഡ്രജനും ഈ കാർബണിൽ രണ്ട് ഹൈഡ്രജനും ആണുള്ളത്. അപ്പൊ ഒരു ഹൈഡ്രജനുള്ള ഈ കാർബൺ which contain lesser number of hydrogen. So this X minus moves to this, and hydrogen or H positive moves to the carbon which contain more number of carbon hydrogen atoms. So we get CH3 CHX CH3. അപ്പൊ മാർക്കോണിക്കോഫ് റൂൾ ഒന്ന് നമുക്ക് ജസ്റ്റ് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചിട്ടാണ് ഒരു അസിമെട്രിക് കാർബണിലേക്ക് അസിമെട്രിക് ആൽക്കീനിലേക്ക് ഈ ഒരു HXന്റെ അഡീഷൻ വരുന്നത്. സോ അഡീഷൻ ഓഫ് HX ടു ആൽക്കീൻ ഗിവ്സ് വാട്ട്? ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കൈൻസ്. ഇനി ഇവിടെ തന്നെ വേറൊരു കാര്യം ഉണ്ട്. When we are adding bromine in CCl4, ഇവിടെ bromine in CCl4 എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാല് ബ്രോമിൻ രണ്ട് കാർബണിലും വരും. ദാറ്റ് ഈസ് CH3 CHBr CH2Br. അതേപോലെ തന്നെയാണ് ഇവിടെ CH2Br CH2Br. ഡൈബ്രോമോ ആൽക്കെയിൻ കിട്ടും. ഡൈബ്രോമോ ഈഥെയിൻ, ഡൈബ്രോമോ പ്രൊപ്പൈൻ. ഇങ്ങനെ ബ്രോമിനേഷൻ നടക്കും. ബ്രോമിന്റെ കളർ നമുക്കറിയാം. ഒരു ലൈറ്റ് ബ്രോമിൻ സൊല്യൂഷന്റെ കളർ ഒരു ബ്രൗൺ കളറാണ്. ഡൈല്യൂട്ട് ചെയ്താൽ ലൈറ്റ് ബ്രൗൺ ആവും. ഇനി ഈ ബ്രോമിൻ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും ഡൈബ്രോമോ ആൽക്കൈൻ ഫോം ചെയ്യും. അതുകൊണ്ട് ബ്രോമിന്റെ ആ ഒരു ബ്രൗൺ കളർ ഡീകളറൈസ് ചെയ്യപ്പെടും. കളർലെസ് ആവും കോമ്പൗണ്ട്. അപ്പൊ നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ബ്രോമിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് ലിക്വിഡ് ബ്രോമിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്രോമിന്റെ കളർ പോകുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലാ? ബ്രോമിൻ സ്പ്ലിറ്റ് ആയിട്ട് ബ്രോമിൻ രണ്ട് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ there is no ബ്രോമിൻ മോളിക്യൂൾ. പിന്നെ ബ്രോമിൻ മോളിക്യൂൾ ഉണ്ടോ? ഇല്ല. അത് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് കാർബണിലേക്ക് പോയി നമുക്ക് ഡൈബ്രോമോ ആൽക്കൈൻ കിട്ടി. പിന്നെ അവിടെ ബ്രോമിൻ മോളിക്യൂൾ ഇല്ല. ബ്രോമിൻ മോളിക്യൂളിന്റെ കളർ, അതാ ബ്രോമിൻ സൊല്യൂഷന്റെ കളറാണ് ബ്രൗണ്. അപ്പോ അത് ഡിസോസിയേറ്റ് ചെയ്ത് രണ്ട് കാർബണിലേക്ക് പോകുമ്പോൾ അതിന്റെ കളർ ഇല്ലാതാവും. ദാറ്റ് ഈസ് ഇറ്റ് അണ്ടർഗോ ഡീകളറൈസേഷൻ. Bromine undergo decolorization. So when you add bromine solution into an organic compound, if the bromine undergo decolorization, it means that organic compound contains a double bond. So it is used for the detection of double bond. That is bromine, additional bromine in CCl4 is used for the detection of unsaturation. Okay. So രണ്ട് മെത്തേഡ് ആണ് നമുക്കുള്ളത് ഇവിടെ ആൽക്കീനില്. ഒന്ന് HXന്റെ അഡീഷനും മറ്റൊന്ന് ബ്രോമിൻ. ഓർ ജനറലി യു ക്യാൻ ആഡ് X2. Doesn't matter. You get dihalo alkane. So two methods. Then in the reaction കുറെ റിയാക്ഷൻസ് തരുന്നുണ്ട്. ആൽക്കഹോളൊക്കെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നമുക്കാകെ 2-3 റിയാക്ഷൻ ഉള്ളൂ. അതിൽ ഒന്നാമതാണ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ when 2 moles of alkyl halide, for example CH3Cl plus Na in presence of Na, 2 moles of Na gives CH3 plus 2NaCl. That is, you can write the reaction as CH3Cl plus Na plus Cl CH3 2 Na. So this combine to form NaCl plus NaCl, that is 2 NaCl. ബാക്കി എന്താണുള്ളത്? ഒരു CH3 യുടെ അവ പരസ്പരം ഫ്യൂസ് ചെയ്യും. So we get
CH3, CH3. This reaction is known as Woods reaction, and the solvent used is ether. The solvent used is ether. അപ്പോ ഇതിപ്പോ മീഥൈൽ ക്ലോറൈഡ് ആണ് അല്ലെ. മീഥൈൻ ഫസ്റ്റ് മെമ്പർ ആയ മീഥൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിന്റെ ഡെറിവേറ്റീവ് ആണ് ക്ലോറോമീഥൈൻ. ഇത് എന്തായിട്ട് മാറുന്നു? ഈഥൈൻ ആയിട്ട് മാറുന്നു. ഉയർന്ന ഹോമോലോഗസ് സീരീസിൽ തൊട്ടടുത്ത മെമ്പർ ആയിട്ട് മാറുന്നു. അതിന് നമ്മൾ സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് കാർബണായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇപ്പോ 2 കാർബൺ ഉള്ളത്, 3 കാർബൺ ഉള്ളത്, 4 കാർബൺ ഉള്ളത്, അങ്ങനെ കൂട്ടി വരിക. അപ്പൊ ഇവിടെ വുഡ്സ് റിയാക്ഷൻ എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ഹോമോലോഗസ് സീരീസിൽ തൊട്ടടുത്ത മെമ്പറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് ഓർത്തോളൂ നിങ്ങള്. 2 CH3 CH2Cl ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്ലോറിൻ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ക്ലോറോ ഡെറിവേറ്റീവ്. ക്ലോറോ ഈഥൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഇൻ പ്രസൻസ് ഓഫ് സോഡിയം, 2 സോഡിയം, നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH2 CH3 പ്ലസ് 2 NaCl. റൈറ്റ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ബ്യൂട്ടൈൻ ആയിട്ട് മാറ്റാം. റൈറ്റ്. ഇതിനെ ബ്യൂട്ടൈൻ ആയിട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് ആ ഹോമോലോഗസ് സീരീസിൽ അടുത്ത മെമ്പറിനെ ഉണ്ടാക്കാൻ പറ്റും. പ്രൊപ്പൈൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഒരു ക്ലോറോയിഥൈനും ഒരു ക്ലോറോമീഥൈനും എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി അടുത്ത മെമ്പറിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഏത് റിയാക്ഷൻ വെച്ചിട്ട്? വുഡ്സ് റിയാക്ഷൻ വെച്ചിട്ട്. ഓക്കെ. സോ വുഡ്സ് റിയാക്ഷൻ ഇസ് എ റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കെയ്ൻസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം to form higher alkanes. Woods reaction is the reaction of haloalkanes in presence of sodium to form higher alkane. Halo compound alla namukku kittunnathu higher hydrocarbon aanu namukku kittunnathu. Okay. Then രണ്ടാമത്തേത് phytic reaction. Woods reaction ന്റെ aromatic ഫിറ്റിക് റിയാക്ഷൻ. ഓർത്തോണം, വുഡ്സ് റിയാക്ഷൻ നമ്മള് ഹാലോ ആൽക്കെയിൻ അലിഫാറ്റിക് ഹാലോ കോമ്പൗണ്ട് ആണ് എടുത്തത്. ഇവിടെ നമ്മള് ആരോമാറ്റിക് ഹാലോ കോമ്പൗണ്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ ക്ലോറോബെൻസീൻ 2 number presence of sodium in ether, we get plus 2 NaCl. ഇവിടെ Cl എന്നെയും പോയി, രണ്ടാമത്തെ മോളിക്കൂളും Cl എന്നെയും പോയി, ബാക്കി ഉണ്ടാവുക ബെൻസീൻ റിംഗ് മാത്രമാണ്. അത് ഫ്യൂസ് ചെയ്ത് we get this. This is known as biphenyl. അരോമാറ്റിക് റിംഗില് അടുത്ത മെമ്പറാണ് അല്ലെ ഹയർ മെമ്പറാണ്. അടുത്ത മെമ്പർ അല്ല, ഹയർ മെമ്പറാണ്. സോ അരോമാറ്റിക് ഹാലോ കോമ്പൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റിയാക്ഷൻ നടത്താം. ദാറ്റ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ ഒരു ഹാലോ അരീൻ അഥവാ അരോമാറ്റിക് ഹാലോ കോമ്പൗണ്ടും 2Na plus CH3CH ഒരു ആലിഫാറ്റിക് ഹാലോ കോമ്പൗണ്ട്. അപ്പൊ ക്ലോറിനും ആരുടെ കൂടെ പോകും? സോഡിയത്തിന്റെ കൂടെ പോകും. ബാക്കി ആരാളുള്ളത്? ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവും, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. സോ വി ഗെറ്റ് CH3 plus 2 NaCl. അപ്പൊ ഒരു ഹാലോ ആൽക്കൈനും ഒരു ഹാലോ അരീനും അഥവാ അരോമാറ്റിക് ഹാലോ കോമ്പൗണ്ടും സോഡിയത്തിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താല് നമുക്ക് ഒരു മിക്സഡ് ഹൈഡ്രോ കാർബൺ കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ് ഇവർ ക്ലബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻ ആണ് നമുക്കിവിടെ പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇത്രയും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ റിയാക്ഷനും, രണ്ട് റിയാക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി SN1 SN2 ഉണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. ഐ ഹോപ്പ് ദ ടോപ്പിക്സ് ഡിസ്കസ് ഹിയർ ഈസ് ക്ലിയർ. See you.